കർത്താവായ യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ പരിബഹുമാനപ്പെട്ട റെക്ടർ അച്ഛൻ അഗസ്റ്റിൻ പാലക്കാപ്പറമ്പിൽ, സഹകാർമ്മികരായ ബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയ സന്യസ്തരെ, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഭാഗ്യപ്പെട്ട ദിനങ്ങളിലൂടെയാണല്ലോ നമ്മൾ കടന്നു പോകുന്നത്. പുണ്യവതിയായ അൽഫോൻസാമ്മ നമ്മുടെ എല്ലാം ഹൃദയത്തിൽ ഇടം നേടിയ ഒരു വിശുദ്ധയാണ്. ഭാരതത്തിൻ്റെ പ്രഥമ വിശുദ്ധ എന്ന നിലയിൽ നമ്മളെല്ലാം ഒരുപാട് മനസ്സിലേറ്റി പ്രാർത്ഥിച്ച് നിയോഗം വയ്ക്കുന്ന, മാതൃകയായി കാണുന്ന, മധ്യസ്ഥയായി എപ്പോഴും ചേർത്ത് പിടിക്കുന്ന പ്രിയപ്പെട്ട വിശുദ്ധ. വിഖ്യാതമായ ഈ അൽഫോൻസ തീർത്ഥാടനത്തിലെത്തി പ്രാർത്ഥിക്കാൻ എത്രയോ ആയിരങ്ങളാണ്, പതിനായിരങ്ങളാണ് ദിനംതോറും എന്ന വിധം, പ്രത്യേകിച്ചും തിരുനാൾ ദിനങ്ങളിൽ എത്തുന്നത്. അൽഫോൻസാമ്മയുടെ ജീവിതം ഒരു നല്ല പാഠമാണ്. അൽഫോൻസാമ്മ എന്ന വിശുദ്ധ ലോകത്തിന് നൽകുന്ന ഏറ്റവും മഹത്തായ ഒരു സന്ദേശം സഹന വഴികളിൽ ദൈവത്തിൻ്റെ മുഖം തെളിവായി കണ്ടുമുട്ടിയവൾ എന്നതാണ്. സഹന വഴികളിൽ ദൈവത്തിൻ്റെ മുഖം തെളിമയോടെ കണ്ടെത്തിയവൾ, അതാണ് അൽഫോൻസാമ്മയെക്കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട ദർശനമെന്ന് ഞാൻ കരുതുകയാണ്. അൽഫോൻസാമ്മയുടെ ജീവിതവുമായി ഏറെ ബന്ധപ്പെട്ടൊരു സുവിശേഷ ഭാഗമാണല്ലോ നമ്മൾ ഇന്ന് വായിച്ച് ശ്രമിച്ചത്. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ ഏതാനും ഗ്രീക്കുകാർ കർത്താവിനെ കാണണമെന്ന് ആഗ്രഹിച്ചു വരികയും കർത്താവിൻ്റെ അടുത്തേക്ക് അവരെ കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ കർത്താവ് പറഞ്ഞു വിടുന്ന ഒരു കാര്യമുണ്ട്. മനുഷ്യപുത്രൻ മഹത്വപ്പെടേണ്ടിയിരിക്കുന്നു. ഗോതമ്പമണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും, അഴിയുന്നെങ്കിലോ ഏറെ ഫലം പുറപ്പെടുവിക്കും. ഈ ഒരു സന്ദേശമാണ് ഈശോ അന്ന് അവിടെ തന്നെ കാണാനെത്തിയ ഗ്രീക്കുകാരോട് പങ്കുവയ്ക്കാനായിട്ട് ആവശ്യപ്പെടുന്നത്. അത് രക്ഷാകരമായ ഒരു വലിയ സന്ദേശമാണ്. ഈശോ തൻ്റെ മഹത്വീകരണത്തെക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവിൻ്റെ മഹത്വീകരണം സാധ്യമാകുന്നത് കുരിശിലാണെന്നത് വളരെ മനോഹരമായിട്ട് വ്യക്തമാക്കുന്നുണ്ട്. കർത്താവിൻ്റെ പീഡാസഹനത്തിലൂടെ, മരണത്തിലൂടെ, ഉത്ഥാനത്തിലൂടെ ആ മഹത്വീകരണത്തിലേക്ക് പ്രവേശിക്കുന്നത് കുരിശിലാണ്. ഇപ്പൊ കുരിശ് മഹത്വീകരണത്തിന്റെ അടയാളമായിട്ട് നിൽക്കുന്നുണ്ട്. കുരിശ് സഹനത്തിൽ തീരുന്ന ഒരു യാഥാർത്ഥ്യമല്ല, കുരിശ് സഹനത്തിനപ്പുറത്തേക്ക് ഉയരുന്ന മഹത്വീകരണത്തിന്റെ ചിഹ്നമാണ്. കുരിശിന്റെ അർത്ഥം ഗ്രഹിക്കുക എന്നത് ക്രിസ്ത്യാനിയുടെ ഒരു നിയോഗമാണ്. കുരിശിന്റെ അർത്ഥം ഏറ്റവും കൂടുതൽ ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു പാഠമാണത്. ഏറെ വായിച്ചാലും തീരെ മനസ്സിലാക്കാൻ പാടുള്ള ഒരു പാഠം. ഏറെ പരിശ്രമിക്കാനും ഏറെ ധ്യാനിക്കാനും നമ്മൾ കിണഞ്ഞു ശ്രമിക്കുന്ന ഒരു പാഠം. കുരിശ് അതുപോലൊരു സമസ്യയാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, കുരിശ് യഹൂദർക്ക് ഇടർച്ചയും വിജാതിയർക്ക് ഭോഷത്വവുമാണ്. അത് യഹൂദർക്ക് ഇടർച്ചയാകാൻ കാരണം യഹൂദരെ സംബന്ധിച്ച് ഈ സഹനത്തിന് അർത്ഥമൊന്നുമില്ല. അവരെ സംബന്ധിച്ച് ഈശോ മിശിഹായുടെ കുരിശു മരണം ഒരു ഇടർച്ചയാണ്. അതൊരു ശിക്ഷയായിട്ട് നൽകപ്പെട്ട ഒരു ഇടർച്ചയാണ്. അവൻ പഠിപ്പിച്ചതൊക്കെ ഇതാ അർത്ഥശൂന്യമായി മാറി, അതിനൊന്നും പ്രസക്തിയില്ല എന്ന തരത്തിലൊരു ഇടർച്ചയായിട്ട് മാറും. വിജാതിയരെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭോഷത്വമാണ്. ഒരു ഭോഷനെ പോലെ കർത്താവ് കുരിശിൽ പിടഞ്ഞു മരിക്കുന്നു. ഒരർത്ഥവും അതിൽ കണ്ടെത്താൻ പറ്റുന്നില്ല. ക്യാപിറ്റൽ പണിഷ്മെന്റ്. പക്ഷെ കുരിശിന് വലിയൊരു അർത്ഥമുണ്ട് എന്നത് ഈശോ മിശിഹായാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. കർത്താവിന്റെ കുരിശിലാണ് സുവിശേഷത്തിന്റെ സംഗ്രഹം നമ്മൾ കണ്ടെത്തുന്നത്. ആ രക്ഷാകരമായ രഹസ്യം ആഴത്തിൽ അടുത്ത് അനുഭവിച്ചറിഞ്ഞ ഒരു വിശുദ്ധയാണ് പുണ്യവതിയായ അൽഫോൻസാമ്മ. അൽഫോൻസാമ്മ അങ്ങനെ ഒരു പാഠപുസ്തകമായി മാറുന്നു നമ്മുടെ എല്ലാം മുൻപിൽ. കുരിശിന്റെ സുവിശേഷം വ്യാഖ്യാനിക്കുന്ന ഒരു പാഠപുസ്തകം. കുരിശിനെ കുറിച്ച് ഏറെ അർത്ഥപൂർണമായിട്ട് ജീവിതം കൊണ്ട് എഴുതിയ ഒരു പാഠപുസ്തകമാണ് അൽഫോൻസാമ്മ. അതുകൊണ്ടാണ് ഈ കുരിശിന്റെ അർത്ഥതലങ്ങളെ കുറിച്ച് ധ്യാനിക്കാൻ അൽഫോൻസാമ്മ കാരണക്കാരിയായി മാറുന്നത്. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുക, അഴിയുമ്പോൾ അത് ഫലം പുറപ്പെടുവിക്കും. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുക, അഴിയുമ്പോൾ അത് ഫലം പുറപ്പെടുവിക്കും എന്ന സന്ദേശം അൽഫോൻസാമ്മയുടെ ജീവിതത്തിൽ പൂർണ്ണമായിട്ടും യാഥാർത്ഥ്യമായി മാറി. അതൊരു സാധാരണ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് വളരെ വേഗം മനസ്സിലാക്കുന്ന ഒരു ഉപമയായിട്ടാണ് കർത്താവ് പറയുന്നത്. രണ്ട് പ്രധാനപ്പെട്ട ആശയങ്ങൾ അവിടെയുള്ളത്: ത്യാഗവും സഹനവും. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നത് അതിൻ്റെ അസ്തിത്വത്തിൽ തന്നെ മാറ്റം വരുത്തുന്ന ഒരു പ്രക്രിയയാണ്.
അതിൻ്റെ സ്വത്വപരമായ ഒരു മാറ്റം അവിടെ സംഭവിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഒരു അഴിഞ്ഞു ചേരൽ എന്ന് പറയുന്നത് സ്വാർത്ഥം ഉപേക്ഷിക്കലും ത്യജിക്കലുമാണ്. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ സ്വയം പരിത്യജിച്ച് കുരിശുമെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരണം എന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മർക്കോസ് സുവിശേഷം 8-ാം അധ്യായം 34-ാമത്തെ തിരുവചനമൊക്കെ അതാണ്. ശിഷ്യത്വത്തെക്കുറിച്ച് പറയുമ്പം ആരാണ് ശിഷ്യനായി മാറുക, ശിഷ്യത്വത്തിന്റെ ഉൾപ്പൊരുൾ എന്താണെന്ന് പറയുമ്പോൾ കർത്താവ് പഠിപ്പിക്കുന്നതാണത്. സ്വയം പരിത്യജിക്കണം. സ്വയം പരിത്യജിക്കൽ എന്ന് പറയുന്നതാണ് ത്യജിക്കൽ, അഴിയൽ എന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥം. നമ്മുടെ സ്വാർത്ഥം അതാണ് പലപ്പോഴും നമ്മളെ വല്ലാതെ തകർത്തു കളയുന്നത്. സ്വാർത്ഥം. നമ്മൾ പലപ്പോഴും ഒന്നും വിട്ടുകൊടുക്കാൻ പറ്റാത്ത വിധം നമ്മളെ തന്നെ ഒതുങ്ങിക്കൂടുന്ന ഒരു പ്രക്രിയയിൽ അകപ്പെട്ടു പോകാനിടയുണ്ട്. അത് സ്വാർത്ഥമാണ്. അപ്പൊ ഈ സ്വാർത്ഥം എന്തുമാത്രം നമ്മൾ ഉപേക്ഷിക്കുന്നുവോ, എന്തുമാത്രം അകത്തെ അതിജീവിക്കുന്നുവോ, അതനുസരിച്ചാണ് ശിഷ്യത്വത്തിന്റെ നടപടികളിലൂടെ നമ്മൾ മുന്നേറുന്നത്. അത് അതിന്റെ ഒന്നാം പാഠമാണ്. അൽഫോൻസാമ ജീവിച്ച, അൽഫോൻസാമ നൽകുന്ന സന്ദേശത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പാഠമാണത്. ഒന്നും സ്വന്തമായി കരുതി വെക്കാതെ ഉപേക്ഷിക്കാൻ പറ്റുക. നമ്മുടെ എല്ലാം ജീവിതത്തിൽ വ്യത്യസ്ത ജീവിതാന്തസ്സുകളിലായിരിക്കുന്നവർ, വൈദികരും സന്യസ്തരും അൽമായരും മഹാഭൂരിപക്ഷം വരുന്ന അൽമായ വിശ്വാസ സമൂഹമൊക്കെ ഇത് ജീവിക്കുവാൻ കടപ്പെട്ടവരാണ്. നമ്മളെല്ലാവരും അങ്ങനെ ജീവിക്കാൻ കടപ്പെട്ടവരാണ്. നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് വിട്ടുകൊടുക്കാൻ വയ്യാത്ത വിധം നമ്മൾ മുറുകെ പിടിച്ചിരിക്കുന്നത്. പലതും വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ തീരുന്ന കാര്യങ്ങളേ ഉള്ളൂ. കുടുംബ പ്രശ്നങ്ങൾ വർദ്ധമാനമാകുന്ന സമകാലിക ജീവിത സാഹചര്യങ്ങളിൽ വിട്ടുകൊടുക്കാൻ പറ്റാത്തത് കൊണ്ട്, ക്ഷമിക്കാൻ പറ്റാത്തത് കൊണ്ട് പലതിൻ്റെയും പല പ്രശ്നങ്ങളുടെയും കാരണമായിട്ട് അത് മാറുന്നു. മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധങ്ങൾ, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം, ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം, അവിടെയൊക്കെ വിട്ടുകൊടുക്കലിന് വലിയ പ്രാധാന്യമുണ്ട്. ഒരാളെ ആയിരിക്കുന്ന അവസ്ഥയിൽ കാണാനും കരുതാനും സ്വീകരിക്കാനും സാധിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. വിട്ടുകൊടുക്കാനായിട്ട്, ത്യജിക്കാനായിട്ട് തയ്യാറാവണമെന്നർത്ഥം. പരിത്യജിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം അതാണ്. നമ്മുടെ സ്വാർത്ഥം ഉപേക്ഷിക്കാൻ നമുക്ക് എന്തുമാത്രം പറ്റുമോ അത്രയേറെ കുടുംബജീവിതം അനുഗ്രഹീതമാകും, അർത്ഥപൂർണമാകും, സമാധാനപൂർണമാകും എന്നുള്ളതാണ് സത്യം. ജീവിത പങ്കാളിക്ക് വേണ്ടിയിട്ട് ത്യാഗപൂർവം നമ്മുടെ വ്യക്തി താല്പര്യങ്ങളും ഇഷ്ടങ്ങളും ത്യജിച്ചുകൊണ്ട് സമർപ്പിക്കുമ്പോൾ കുടുംബജീവിതം ഭദ്രമാകും. മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് മക്കൾ സ്വയം സമർപ്പിക്കുമ്പോൾ, അവരെ പരിചരിക്കുമ്പോൾ, സ്വന്തം ഇഷ്ടങ്ങളും താല്പര്യങ്ങളും അവഗണിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ത്യാഗപൂർവം സമയം കണ്ടെത്തി സമർപ്പിക്കുമ്പോൾ അനുഗ്രഹമായി മാറുന്നു, ജീവിതം അർത്ഥപൂർണമാകും. മക്കൾക്ക് വേണ്ടിയിട്ട് മാതാപിതാക്കൾ സ്വന്തം താല്പര്യങ്ങളും ഇഷ്ടം ഒക്കെ അവഗണിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ത്യാഗപൂർവം ജീവിതം സമർപ്പിക്കുമ്പോൾ അത് അനുഗ്രഹമായി മാറുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾക്ക് വേണ്ടി, ചുറ്റുപാടുമുള്ളവർക്കൊക്കെ വേണ്ടി ത്യാഗപൂർവം സമയം ചെലവഴിക്കാൻ സാധിക്കുമ്പോൾ, അവരിലൊക്കെ കർത്താവിന്റെ മുഖം കണ്ടുമുട്ടാൻ കഴിയുമ്പോൾ അവിടെ നമ്മുടെ ജീവിതം അനുഗ്രഹീതമാകും, സഫലമാകും എന്നുള്ളതാണ്. ഈ ത്യജിക്കൽ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. പൗരോഹിത്യത്തിലും സന്യാസത്തിലും ഈ ത്യജിക്കൽ കൂടുതൽ തീഷ്ണതയോടും കൂടുതൽ പൂർണ്ണതയോടും കൂടി ഉണ്ടാവേണ്ടതാണെന്നതാണ് സത്യം. പെർഫെക്റ്റ് കാരിത്താത്തിസ് എന്നാണ് സന്യാസത്തെക്കുറിച്ചുള്ള വത്തിക്കാൻ കൗൺസിലിന്റെ പ്രമാണരേഖയുടെ പേര് തന്നെ. സമ്പൂർണ്ണ സ്നേഹം, സമ്പൂർണ്ണ സ്നേഹത്തിലേക്കുള്ള വിളി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ ഒരു സമർപ്പണത്തിലേക്കും ത്യാഗപൂർണമായ ഒരു നിലപാടിലേക്കുമുള്ള വിളിയാണത്. എൻ്റെ സ്വാർത്ഥം ഞാൻ ഉപേക്ഷിച്ചുകൊണ്ട് കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി പൂർണ്ണമായി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നുവെന്ന അർത്ഥം. അപ്പൊ ദൈവത്തിനു വേണ്ടിയിട്ടും ദൈവജനത്തിനു വേണ്ടിയിട്ടും സമ്പൂർണമായി സമർപ്പിക്കാൻ, സ്നേഹത്തിന്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയണം എന്നാണ് ഇതിന്റെ അർത്ഥം. പൗരോഹിത്യവും അതുപോലെ തന്നെ വലിയ ഒരു ത്യാഗസമർപ്പണത്തിന്റെ, കുരിശിന്റെ സുവിശേഷം ജീവിക്കുവാനുള്ള അതുല്യമായ ഒരു വിളിയാണ്. ഇതെല്ലാം ഒരു ത്യജിക്കലാണ് നമ്മോട് ആവശ്യപ്പെടുക. ഈ ത്യജിക്കലിലൂടെയാണ് മഹത്വീകരണം സാധ്യമാകുന്നത് എന്നതാണ് കുരിശ് നൽകുന്ന വലിയ പാഠം. ത്യജിക്കലിലൂടെയാണ് ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്താൻ പറ്റുക. നമ്മൾ കണ്ടുമുട്ടുന്ന മഹാന്മാരുടെ, വിശുദ്ധരുടെ എല്ലാം ജീവിതം അങ്ങനെയല്ലേ? ത്യാഗപൂർവം ജീവിതം വിട്ടുകൊടുത്തവരൊക്കെ ദൈവത്തിന്റെ മുമ്പിൽ വിലപ്പെട്ടവരായി മാറി, മനുഷ്യർക്ക് അവർ അനുഗ്രഹമായി മാറി. അവരുടെ ജീവിതം മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറി. നമ്മുടെയൊക്കെ ജീവിതം അനുഗ്രഹമായി മാറുന്നുണ്ടോ? നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും മറ്റുള്ളവർക്ക് സന്തോഷവും സമാധാനവും പ്രചോദനവും കൃപയുമായി മാറുന്നുണ്ടോ നമ്മൾ? പരിശുദ്ധ കന്യകാമറിയം അങ്ങനെ അനുഗ്രഹമായി മാറിയതിന്റെ ഏറ്റവും ഉദാത്തമായ ഒരു ഉദാഹരണമാണ്. കാനായിലെ കല്യാണ വിരുന്നിൽ മാതാവിന്റെ സാന്നിധ്യം അനുഗ്രഹമായി മാറുന്നത് കാണുന്നുണ്ട്.
എലിസബത്തിന്റെ ഭവനത്തിലേക്ക്, അല്ലെങ്കിൽ സക്രിയയുടെ ഭവനത്തിലേക്ക് മാതാവ് കടന്നു ചെല്ലുമ്പോൾ അവരുടെ വാക്കും സാന്നിധ്യവും കൊണ്ട് തന്നെ ആ കുടുംബം മുഴുവനും ആത്മാവിൽ നിറയുന്നു, പരിശുദ്ധാത്മാവിൽ നിറയുന്നു, അനുഗ്രഹമായി മാറുന്നു. അപ്പൊ അങ്ങനെ അനുഗ്രഹമായി മാറാൻ കഴിയുന്നവര് സ്വയം ദൈവസ്നേഹത്തെ പ്രതി, സഹോദര സ്നേഹത്തെ പ്രതി ത്യജിക്കുന്നവരാണ്. അങ്ങനെ അനുഗ്രഹമായി മാറിയ ഒരു വ്യക്തിയാണ് അൽഫോൻസാമ. സ്വാർത്ഥം പൂർണ്ണമായി ത്യജിച്ചുകൊണ്ട് ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നത് പോലെ അഴിയാൻ വിട്ടുകൊടുത്ത ഒരാൾ. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട അർത്ഥം, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുമ്പോൾ അതിലൊരു സഹനമുണ്ട്. ത്യാഗവും സഹനവും തമ്മിൽ ബന്ധപ്പെട്ടതാണെങ്കിൽ പോലും രണ്ടിനും രണ്ട് ഊന്നലുകളുണ്ട്, രണ്ട് അർത്ഥങ്ങളുണ്ട്. സഹനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും കടന്നു വരുന്ന യാഥാർത്ഥ്യങ്ങളാണ്. സഹനം ജീവിതത്തിൽ വേണ്ട എന്ന് പറഞ്ഞാലും അത് വരും. സഹനത്തെ എങ്ങനെ സമീപിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് അതിന്റെ അർത്ഥം. കുരിശിൽ ഒരു സഹനമുണ്ട്, കുരിശിൽ ത്യാഗമുണ്ടെന്ന് പറഞ്ഞു, കുരിശിൽ സഹനമുണ്ട്. കുരിശ് എന്ന് പറയുന്നത് ഒരു നിലപാടാണ്. സുവിശേഷത്തെ പ്രതി ഞാനെടുക്കുന്ന നിലപാടുകൾ എന്റെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന സഹനത്തിന്റെ പേരുകൂടിയാണ് കുരിശ്. സുവിശേഷ മൂല്യങ്ങൾക്ക് വേണ്ടി മിശിഹായെ പ്രതി വാക്കിലും പ്രവൃത്തിയിലും ജീവിതം കൊണ്ടും ഞാനെടുക്കുന്ന നിലപാടുകളിലൂടെ എന്റെ ജീവിതത്തിൽ വന്നു ചേരുന്ന സഹനത്തിന്റെ പേര് കുരിശെന്നാണ്. അതിന് രക്ഷാകരമായ ഒരു മൂല്യമുണ്ട്, രക്ഷാകരമായ മൂല്യം. അത് കുരിശിന്റെ സുവിശേഷമാണ്, രക്ഷയുടെ സുവിശേഷമാണ്. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ സുവിശേഷാധിഷ്ഠിതമായിട്ട് ജീവിക്കുമ്പോഴുണ്ടാകുന്ന സഹനങ്ങളെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുമ്പോൾ അത് ഉത്ഥാനത്തിലേക്കും മഹത്വത്തിലേക്കും കൃപയിലേക്കും നമ്മളെ എത്തിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, സഹനം നമ്മുടെ ജീവിതത്തിലേക്ക് രോഗത്തിലൂടെയോ വേദനകളിൽ മറ്റെന്തെങ്കിലും കാര്യത്തിലൂടെയോ സാമ്പത്തിക നഷ്ടത്തിലൂടെയോ ജീവിതത്തിലെ പ്രാരാബ്ദങ്ങളിലൂടെയോ രോഗങ്ങളിലൂടെയോ ഒക്കെ കടന്നു വരുന്ന സഹനങ്ങളുണ്ട്. അതൊന്നും നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നതല്ല. അതെപ്പോഴും നമ്മെ സമീപിച്ചിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ എന്ന വിധം നമ്മൾ സഹനത്തിലൊക്കെ ആയിരിക്കും. സഹനം ഇല്ലാത്ത ഒരു ജീവിതം ഈ ഭൂമിയിലില്ല. അപ്പൊ സഹനത്തിനൊരു അർത്ഥമുണ്ടെന്ന്. ദൈവം സഹനങ്ങൾ അനുവദിക്കുന്നെങ്കിൽ അതിന് അർത്ഥമുള്ളത് കൊണ്ടാണ്. അർത്ഥമില്ലാത്തതൊന്നും ദൈവം മനുഷ്യന്റെ ജീവിതത്തിൽ അനുവദിക്കില്ല. അപ്പൊ സഹനത്തിന് അർത്ഥമുണ്ടെന്നുള്ളത് കുരിശിലാണ് കൂടുതൽ പ്രകടമായി വ്യക്തമാക്കുന്നത്. സഹനത്തിന്റെ അർത്ഥം ഏറ്റവും ശരിയായ വിധം കണ്ടുമുട്ടി വിശ്വാസ വെളിച്ചത്തിൽ അത് ജീവിച്ച വ്യക്തിയാണ് അൽഫോൻസാമ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സഹന വഴികളില് ദൈവത്തിന്റെ മുഖം തെളിമയോടെ കണ്ടവളാണ് അൽഫോൻസാമ എന്ന്. വിശ്വാസത്തിന്റെ വെളിച്ചത്തിലാണ് അത് സാധ്യമാവുക. സ്വാഭാവികമായി ചിന്തിച്ചാൽ നമുക്ക് കണ്ടുമുട്ടാൻ പറ്റുകയില്ല. ദൈവത്തെ ചിലപ്പോൾ തള്ളിപ്പറയുകയും തിരസ്കരിക്കുകയുമായിരിക്കും ചെയ്യുക സഹനമുണ്ടാകുമ്പോൾ. അങ്ങനെ വല്ലാത്ത പ്രതിസന്ധിയിൽ അകപ്പെട്ടു പോകുന്നവരുമുണ്ട്. സഹനങ്ങളുടെ നടുവില് ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ദൈവത്തെ മറന്ന് തന്നിഷ്ടപ്രകാരം ജീവിക്കുന്നവര്, അങ്ങനെയുള്ളവർക്കും സഹനങ്ങൾ ഉണ്ടാവും. ആ സഹനങ്ങൾ അവർക്ക് രക്ഷാകരമാകുന്നില്ല, അത് നിഷ്പ്രയോജനമാകുന്നുവെന്നല്ല, ചിലപ്പോൾ ദോഷകരവുമായി മാറും. അപ്പൊ സഹനങ്ങളെ വിശ്വാസത്തിന്റെ വെളിച്ചത്തിൽ സ്നേഹത്തോടുകൂടി സ്വീകരിക്കാൻ പറ്റുക എന്നുള്ളതാണ് സഹനത്തോടുള്ള ഏറ്റവും അർത്ഥവത്തായ സുവിശേഷാധിഷ്ഠിതമായ സമീപനം. അതിന് ഏറ്റവും നല്ല മാതൃകയാണ് പുണ്യവതിയായ അൽഫോൻസാമ. സഹനങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ ദൈവഹിതാനുസാരം അതിനെ കുരിശിന്റെ തണലിൽ സ്വീകരിക്കാനായിട്ട് സാധിക്കണം. സഹനങ്ങൾ ജീവിതത്തിലേക്ക് പിറന്നു വീഴുമ്പോൾ അതിനെ ദൈവഹിതാനുസാരം കുരിശിന്റെ തണലിൽ നിന്നുകൊണ്ട് സ്വീകരിക്കാൻ കഴിയണം. അപ്പോൾ ആ വഴിയിൽ നമ്മൾ ദൈവത്തിന്റെ മുഖം തെളിമയോടെ കണ്ടുമുട്ടും. ദൈവത്തിന്റെ മുഖം വിശ്വാസത്തിന്റെ വെളിച്ചത്തിൽ ഉൾക്കാഴ്ചയോടുകൂടി കണ്ടുമുട്ടുമ്പോൾ ജീവിതം അനുഗ്രഹീതമാകും, അർത്ഥപൂർണമാകും, പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ കൊണ്ട് നിറഞ്ഞതാകും, ഫലസമൃദ്ധിയുള്ളതാകും. ദൈവത്തെ കണ്ടുമുട്ടുന്ന മനുഷ്യൻ സഹോദരനെയും കണ്ടുമുട്ടും, മനുഷ്യനെ കണ്ടുമുട്ടും. ദൈവത്തെ കണ്ടുമുട്ടുന്ന ആൾക്ക് സഹോദരങ്ങളെ കണ്ടുമുട്ടാതിരിക്കാനാവില്ല. ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുകയും ഒരാൾ സഹോദരങ്ങളെ വെറുക്കുകയും ചെയ്യുന്നെങ്കിൽ അവൻ നുണയനാണ്, അത് ദൈവസ്നേഹം അല്ല എന്ന് യോഹന്നാൻ പറഞ്ഞു വെക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തെ ജീവിതത്തിൽ കണ്ടുമുട്ടാൻ നമുക്ക് കഴിയട്ടെ. വിപരീതാനുഭവങ്ങളുടെ നടുവിലും നല്ല അനുഭവങ്ങളുടെ നടുവിലുമെല്ലാം ദൈവത്തെ കണ്ടുമുട്ടാൻ സാധിക്കണം. ദൈവം നമ്മളെ വഴി നടത്തുന്നുവെന്ന സത്യം തിരിച്ചറിയാൻ പറ്റണം. അങ്ങനെ ദൈവത്തെ കണ്ടുമുട്ടി ആ ദൈവത്തിന്റെ മുഖത്ത് നിന്നും ഈ ലോകത്തിന്റെ കാഴ്ചപ്പാടുകളെ നമ്മൾ വ്യാഖ്യാനിക്കാൻ പറ്റണം. ഈ ലോകത്തിന്റെ ചിന്തകളെയും കാഴ്ചപ്പാടുകളെയും
തെറ്റിനെ തെറ്റായിട്ടും ശരിയെ ശരിയായിട്ടും തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ദൈവത്തെ കണ്ടുമുട്ടിയ മനുഷ്യന് സഹോദരന്റെ വേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം സ്വന്തമായി കരുതാൻ സാധിക്കും. കുരിശിലാണ് ദൈവത്തിന്റെ കരുണാർദ്ര സ്നേഹത്തിന്റെ മുഖം ഏറ്റവും ശോഭിതമായിട്ട് കാണാൻ പറ്റുക. അത് ഈശോ മിശിഹായിലാണ്. കുരിശിൽ ദൈവത്തിന്റെ ഹൃദയം, ദൈവത്തിന്റെ കരുണാർദ്ര സ്നേഹത്തിന്റെ ഹൃദയം നമ്മൾ കണ്ടുമുട്ടും. അത് ഈശോയുടെ തിരുഹൃദയമാണ്. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 34-ാമത്തെ തിരുവചനത്തിൽ പടയാളികളിൽ ഒരുവൻ കുന്തം കൊണ്ട് അവന്റെ വിലാവിൽ കുത്തിയപ്പോൾ അവിടെ നിന്നും രക്തവും ജലവും പുറപ്പെട്ടു എന്ന് പറയുന്നുണ്ടല്ലോ. അത് സഭാപിതാക്കന്മാരുടെ വ്യാഖ്യാനത്തിൽ സഭയും കൂദാശകളുമാണ്. ഈശോയുടെ നെഞ്ചിൽ നിന്നും പുറപ്പെട്ട സഭ അവന്റെ ഹൃദയത്തുടിപ്പാണ്. കർത്താവിന്റെ ഹൃദയത്തിൽ നിന്നും പുറപ്പെട്ടതാണ് സഭയെന്ന് സഭാപിതാക്കന്മാർ വ്യാഖ്യാനിക്കുമെന്നതിനെ സഭാപിതാക്കന്മാരായ വിശുദ്ധ അഗസ്തീനോസും മാർ അഫ്രേമും എല്ലാം അതിനെ അങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈശോയുടെ ഹൃദയത്തിൽ നിന്നാണ് സഭ പുറപ്പെട്ടത്. അത് ഹൃദയത്തിന്റെ വെടിപ്പാണ്, ഹൃദയത്തിന്റെ ഒരു ഭാഗമാണ്. ആദ്യത്തെ ആദം ഉറങ്ങിയപ്പോൾ അവന്റെ പാർശ്വത്തിൽ നിന്നും അവന്റെ വധുവായ ഹവ്വ ജനിച്ചുവെങ്കിൽ രണ്ടാമത്തെ ആദമായ മിശിഹ കുരിശിൽ ഉറങ്ങിയപ്പോൾ അവന്റെ വധുവായ സഭ അവന്റെ പാർശ്വത്തിൽ നിന്നും പിറന്നു. ആ സഭയിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആ സഭയിലൂടെയാണ് കർത്താവിന്റെ സുവിശേഷം നമ്മൾ ജീവിക്കുന്നത്. ആ സഭയിലാണ് കർത്താവിനെ നമ്മൾ അനുഭവിച്ചറിയുന്നത്. ആ സഭയിലൂടെയാണ് നമുക്ക് രക്ഷ കരഗതമാകുന്നത്. ആ സഭയെ അമ്മയായി കാണാനും കരുതാനും നമുക്ക് സാധിക്കണം. സഭയോട് ചേർന്ന് സഭയുടെ കൂദാശകളിൽ പങ്കുചേർന്ന് സഭയിലൂടെ വചനം ശ്രവിച്ച് നമുക്ക് മുൻപോട്ട് തീർത്ഥാടകരായി മാറാൻ കഴിയുമ്പോൾ കൃത്യമായ ലക്ഷ്യത്തിൽ നമ്മൾ എത്തിച്ചേരും. അങ്ങനെ നമുക്ക് മുമ്പേ തീർത്ഥാടകയായിട്ട് ലക്ഷ്യം പ്രാപിച്ച് സ്വർഗത്തിൽ മധ്യസ്ഥയായിരിക്കുന്ന പുണ്യവതിയാണല്ലോ അൽഫോൻസാമ. അൽഫോൻസാമ നടന്നുപോയ വഴികളുടെ വ്യക്തത, വെളിച്ചം തിരിച്ചറിഞ്ഞുകൊണ്ട് സഭയാകുന്ന കൂട്ടായ്മയിൽ ആ അമ്മയോട് ചേർന്നുകൊണ്ട് നടക്കാൻ, നിത്യതയിലേക്ക് തീർത്ഥാടനം ചെയ്യാൻ നമുക്കൊക്കെ സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹീതമാകും, അർത്ഥപൂർണമാകും. ഇത് ആഗോള സഭയില് തീർത്ഥാടനത്തിന്റെ വർഷമാണ്, ജൂബിലി വർഷമാണ്. പ്രത്യാശയുടെ തീർത്ഥാടകരായിട്ട് നമ്മൾ മാറണമെന്ന് ഉദ്ബോധിപ്പിച്ചുകൊണ്ടാണ് ആ വലിയ തീർത്ഥാടകൻ ദൈവസന്നിധിയിലേക്ക് നമുക്ക് മുമ്പേ കടന്നുപോയത്. ഈ തീർത്ഥാടനത്തിൽ നമുക്ക് മുമ്പേ കടന്നു പോകുന്നവർ വിശുദ്ധരായിട്ടുള്ളവർ, അൽഫോൻസാമയൊക്കെ അങ്ങനെ നമുക്ക് മുമ്പേ കടന്നുപോയി നമുക്ക് മാതൃക നൽകി മധ്യസ്ഥം വഹിക്കുന്ന വ്യക്തിയാണല്ലോ. ഈ തീർത്ഥാടന വഴിയിൽ സഭയുടെ കൂട്ടായ്മയിൽ പൂർണ്ണമായി ഉൾച്ചേർന്നുകൊണ്ട് സഭയെ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിക്കട്ടെ. അങ്ങനെ സുവിശേഷം ജീവിക്കാൻ, സുവിശേഷത്തിന്റെ അർത്ഥം ശരിയായി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. ശിഷ്യത്വത്തിന്റെ വഴികളിലേക്ക് കടന്നു വരാൻ നമുക്ക് സാധിക്കട്ടെ. ത്യജിക്കുവാനും ത്യാഗത്തിലൂടെ കുരിശിന്റെ സുവിശേഷം കണ്ടുമുട്ടാനും സഹനത്തിന്റെ സ്നേഹജന്യമായ അർത്ഥം തിരിച്ചറിഞ്ഞുകൊണ്ട് സഹന വഴികളിൽ ദൈവത്തിന്റെ മുഖം തിരിച്ചറിയാനും ഒക്കെ നമുക്ക് സാധിക്കട്ടെ. അൽഫോൻസാമ നൽകുന്ന ഈ പാഠങ്ങൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് യഥാർത്ഥ സന്തോഷവും സമാധാനവും അനുഭവിച്ച് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ ജീവിതത്തിൽ പുറപ്പെടുവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ കൃപ നിറഞ്ഞ ദിവസങ്ങളായി ഈ ദിനങ്ങൾ മാറുന്നതിന് ഇടയാകട്ടെ. അൽഫോൻസാമയുടെ തിരുനാളിന്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ഞാൻ ഏവർക്കും ആശംസിക്കുന്നു. അൽഫോൻസാമയുടെ മാധ്യസ്ഥം നമുക്ക് പ്രാർത്ഥിക്കാം. അൽഫോൻസാമ ജീവിച്ച സുവിശേഷത്തിന്റെ പാഠങ്ങൾ, ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും അർത്ഥം ഗ്രഹിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അൽഫോൻസാമയുടെ മധ്യസ്ഥതയിലൂടെ വിശുദ്ധിയിൽ വളരാൻ തീക്ഷ്ണമായി നമുക്ക് ദാഹിച്ചു പ്രാർത്ഥിക്കാം. ഏറ്റവും പ്രധാനമായിട്ട് അൽഫോൻസാമയുടെ മധ്യസ്ഥം പ്രാർത്ഥിക്കേണ്ടത് വിശുദ്ധിയിൽ വളരാൻ വേണ്ടിയിട്ടാണ്. അതിനോട് ചേർന്ന് മറ്റ് ലൗകിക കാര്യങ്ങളും ദൈവഹിതാനുസാരം നമുക്ക് ചോദിക്കാം. അൽഫോൻസാമയിലൂടെ കർത്താവ് നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടി ഈ പരിശുദ്ധ കുർബാന നമുക്ക് തുടരാം.